സമീപഭാവിയിൽ സമൂഹത്തെ പരിഭ്രാന്തിയുടെ അവസ്ഥയിലേക്ക് നയിക്കുന്ന സ്ഫോടനങ്ങൾക്ക് കാരണമാകുന്ന സിങ്കോൾസ് ലോകമെമ്പാടും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. റീബേഴ്സ് എന്നറിയപ്പെടുന്ന ഭീമാകാരമായ മോൺസ്റ്റർസ് ഈ ദ്വാരങ്ങളിൽ നിന്ന് പുറത്തുവന്ന് മനുഷ്യരെ കൊല്ലാൻ പിന്തുടരുന്നു. വെടിയുണ്ടകൾ അവരെ കൊല്ലില്ല, അതിനാൽ സൈന്യത്തിന് പോലും സമൂഹത്തെ രക്ഷിക്കാൻ കഴിയില്ല. അതേസമയം ഉയർന്ന ഉയരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ റീബേഴ്സ് 8000 അടിയിൽ തണുത്തുറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നു. അതിനാൽ അതിജീവിച്ചവർ ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു. 3 വർഷത്തിനു ശേഷം കൊളറാഡോയിൽ റോക്കി മലനിരകളിലെ ഒരു ചെറിയ സമൂഹത്തിലാണ് ഹണ്ടർ താമസിക്കുന്നത്. ഒരു ദിവസം ഹണ്ടർ മറുവശത്ത് എന്താണെന്ന് കാണാനുള്ള ആകാംക്ഷയിൽ 8000 അടി സുരക്ഷിത രേഖ കടക്കാൻ തീരുമാനിക്കുന്നു. കുറച്ച് ചുവടുകൾ എടുത്തപ്പോൾ തന്നെ അവൻ റീപ്പറിന്റെ പ്രസൻസ് അറിഞ്ഞു. അതിനാൽ ഹണ്ടർ പിന്നോട്ട് ഓടാൻ തുടങ്ങുന്നു. റീപ്പർ അവനെ പിടിക്കുവാൻ ഓടി അടുത്തു, പക്ഷേ കൃത്യസമയത്ത് അവൻ അതിരുകൾ കടന്നിരുന്നു. അതിനുശേഷം 193 ആളുകൾ താമസിക്കുന്ന ലോസ്റ്റ് ഗൾച്ച് റെഫ്യൂജിലെ തന്റെ വീട്ടിലേക്ക് ഹണ്ടർ മടങ്ങുന്നു. സേഫ് ലൈൻ കടന്നതിന് പിതാവ് വിൽ അവനെ ശകാരിച്ചു. മാത്രമല്ല ഹണ്ടറിന്റെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടെന്നു അവനെ ഓർമ്മിപ്പിച്ചു. കൂടുതൽ ആളുകളെ കണ്ടെത്താൻ മാത്രമാണ് താൻ ഗ്രഹിച്ചതെന്ന് ഹണ്ടർ വിശദീകരിച്ചു. അതിനാൽ ഭാര്യയെ നഷ്ടപ്പെട്ടതുപോലെ അവനെ നഷ്ടപ്പെടുത്താൻ കഴിയില്ലെന്ന് വിൽ ചൂണ്ടിക്കാട്ടി. പിന്നീട് വിൽ കേറ്റിയുമായി വേട്ടയാടാൻ പോകുകയും എന്താണ് സംഭവിച്ചതെന്ന് അവളോട് പങ്കുവയ്ക്കുകയും ചെയ്തു. കേറ്റി അവന്റെ ആശങ്കകൾ മനസ്സിലാക്കുന്നു. മാത്രമല്ല അവരുടെ കമ്മ്യൂണിറ്റിയിലെ ഏക കുട്ടി ഹണ്ടറാണെന്നും ചൂണ്ടിക്കാണിച്ചു. അതിനാൽ കളിക്കാൻ സുഹൃത്തുക്കളെ കണ്ടെത്താൻ അയാൾ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. എന്നിരുന്നാലും ഹണ്ടർ തന്റെ അമ്മയെ അവസാനമായി കണ്ട സ്ഥലത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണെന്ന് വിൽ അവളോട് വിശദീകരിച്ചു. അതിനിടെ ശാസ്ത്രജ്ഞയായ നീന ബുള്ളറ്റുകളിൽ പരീക്ഷണം നടത്തുകയും റീപ്പർ തോലിന്റെ ഒരു കഷ്ണത്തിൽ വെടിവെച്ച് അവയെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവ ഇപ്പോഴും കേടുപാടുകൾ വരുത്തുന്നില്ല. ആ രാത്രിയിൽ വിൽ നീന ഇപ്പോഴും വെടിവെക്കുന്നത് കേൾക്കുന്നു. തന്റെ ഭാര്യ മരിക്കാൻ കാരണമായ അവളോടൊപ്പം പോയ സമയം ഓർക്കുമ്പോൾ അവൻ അസ്വസ്ഥനാകുന്നു. പെട്ടെന്ന് ഹണ്ടർ ചുമയ്ക്കുന്ന ശബ്ദം കേട്ട് അയാൾ ശ്വസിക്കാൻ സഹായിക്കുന്ന മെഷീന്റെ ഫിൽട്ടർ മാറ്റാൻ അവന്റെ മുറിയിലേക്ക് ഓടി. താമസിയാതെ ഹണ്ടർ ശാന്തനായി വീണ്ടും ഉറങ്ങാൻ കഴിഞ്ഞു. പക്ഷേ വീട്ടിലെ അവസാന ഫിൽട്ടർ അതായിരുന്നു. കൂടുതൽ ഫിൽട്ടറുകൾ തിരയാൻ ലൈൻ ക്രോസ് ചെയ്യുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് ആശ്ചര്യപ്പെട്ടു. ചില മാപ്പുകളിലേക്ക് ഉറ്റുനോക്കി. ഹണ്ടറിന്റെ ജന്മദിനത്തിൽ തന്റെ മകന് ഒരു ട്രീറ്റ് നൽകാനായി കമ്മ്യൂണിറ്റിയുടെ അവസാന പെട്ടി മാക്കാൻ ചീസ് നേടാൻ വില്ലിന് കഴിയുന്നു. അവർ പാചകം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അവർ ഇനി റേഡിയോ ഉപയോഗിക്കാത്തതെന്ന് ഹണ്ടർ ആശ്ചര്യപ്പെടുന്നു. അവർക്ക് വൈദ്യുതി ലാഭിക്കണമെന്ന് വിൽ വിശദീകരിക്കുന്നു. അതിനാൽ മറ്റ് അഭയാർത്ഥികളുമായി ആശയവിനിമയം നടത്താൻ അവർ ഫ്ലാഗുകൾ ഉപയോഗിക്കുന്നു. ആ രാത്രി ഹണ്ടർ വീണ്ടും ചുമ തുടങ്ങുന്നു. അവന് ഒരു കുത്തിവയ്പ് നൽകുകയല്ലാതെ മറ്റു മാർഗമില്ല. ഹണ്ടർ വീണ്ടും ഉറങ്ങിയതിനു ശേഷം വിൽ നീനയെ കാണാൻ പോകുന്നു. തന്റെ മകനുവേണ്ടി ഫിൽട്ടറുകൾ തിരയാൻ താൻ രാവിലെ ബോർഡിലേക്ക് പോകുമെന്ന് അവളോട് പറഞ്ഞു. താൻ സുരക്ഷിതമായ ഒരു റോഡ് കണ്ടെത്തിയെന്ന് അവൻ അവകാശപ്പെടുന്നു. എന്നാൽ നീന അവനെ വിശ്വസിച്ചില്ല, കാരണം അവൾ ആ പ്രദേശം മനഃപാഠമാക്കിയിരുന്നു. വർഷങ്ങളോളം റീബറിനെ പഠിക്കുകയും അവസാന യാത്രയെ അതിജീവിക്കുകയും ചെയ്തതിനാൽ അവൾ തന്നോടൊപ്പം വരണമെന്ന് വിൽ ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും നീന തനിക്ക് ഭാഗ്യം മാത്രമാണ് ലഭിച്ചതെന്നും ആ യാത്രയ്ക്കിടെ വില്ലിന്റെ ഭാര്യ മരിച്ചുവെന്നും ചൂണ്ടിക്കാണിച്ചു. ഉപേക്ഷിക്കാൻ വിസമ്മതിച്ച വിൽ പർവ്വതങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു ഖനിയെക്കുറിച്ച് അവളോട് പറയുന്നു. എന്നിട്ടും അത് മോശമാണെന്ന് നീന കരുതുന്നു, കാരണം റീപ്പർ അവരെ അവിടെ കുടുക്കാൻ കഴിയും എന്ന് അവൾക്ക് അറിയാമായിരുന്നു. വിൽ പോയതിനു ശേഷം നീന ഒരു കോമ്പസ് പരിഷ്കരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ വില്ലിന്റെ ഭാര്യയുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. അത് അവളെ കണ്ണീരിൽ കുതിർത്തു. ഇതിനിടയിൽ ഒരു കൂട്ടം ആയുധങ്ങൾ വാങ്ങാൻ തോക്ക് കടയിലേക്ക് പോകുന്നതിന് മുമ്പ് ഹണ്ടറിനെ പരിപാലിക്കാൻ വിൽ അയൽക്കാരിയോട് ആവശ്യപ്പെടുന്നു. അതേസമയം കേറ്റി അവന്റെ പ്രതിഷേധങ്ങളെ കാര്യമാക്കാതെ താനും അവനോടൊപ്പം വരുന്നെന്ന് പറയുന്നു. കേറ്റിയെ പരിഹസിക്കുന്നതിനിടയിൽ നീനയും അവരോടൊപ്പം പോകാൻ സമ്മതിക്കുന്നു. വിൽ ഹണ്ടറോട് വിട പറയുകയും അവൻ തിരിച്ചുവരുമെന്ന് ഉറപ്പുകൊടുക്കുകയും ചെയ്യുന്നു. ഒടുവിൽ മൂവരും പോവുകയാണ്. നീന കേറ്റിയോട് അപമര്യാദയായി പെരുമാറുന്നത് തുടരുന്നു. അതിനാൽ വിൽ അവളോട് മര്യാദയ്ക്ക് പെരുമാറാൻ പറയുന്നു. റീപ്പർ ഉയർന്ന ബയോഇലക്ട്രോമാഗ്നറ്റിക് പൾസുകൾ പുറപ്പെടുവിക്കുമെന്നും തന്റെ പരിഷ്കരിച്ച കോമ്പസിന് അവ 1/2 മൈലിനുള്ളിൽ ആയിരിക്കുമ്പോൾ കണ്ടെത്താനാകുമെന്നും നീന വിശദീകരിക്കുന്നു. ഒരു നീണ്ട നടത്തത്തിനു ശേഷം അവർ എൽബഫെയർ റോഡും 8000 അടി ലൈനും കണ്ടെത്തുന്നു. സമീപത്തെ രാക്ഷസന്മാരില്ലെന്ന് കോമ്പസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞപ്പോൾ മൂവരും അതിർത്തി കടന്ന് താഴേക്ക് പോകാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുശേഷം ഉപേക്ഷിക്കപ്പെട്ട ചില ട്രക്കുകൾ അവർ കണ്ടെത്തുന്നു. അതിനാൽ അവർ സാധനങ്ങൾക്കായി തിരഞ്ഞു. കേറ്റിക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാവുന്ന ചില വെടിയുണ്ടകളും ഗ്രനേഡ് ലോഞ്ചറും അവർക്ക് ലഭിക്കുന്നു. നീന ഒരു റീപ്പർ സ്കെയിലും കണ്ടെത്തുകയും ഒരു സാമ്പിൾ ശേഖരിക്കാൻ കുറച്ച് സമയമെടുക്കുകയും ചെയ്യുന്നു. കേറ്റി അവളെ തിരക്കുകൂട്ടാൻ ശ്രമിക്കുമ്പോൾ ഒരു തർക്കം ഉടലെടുക്കുകയും ചെയ്യുന്നു. കോപാകുലയായ കേറ്റി അവളെ ഒരു ട്രക്കിലേക്ക് തള്ളിയിടുകയും വില്ലിന്റെ ഭാര്യയെ പരാമർശിച്ച് നീന കേറ്റിയുടെ ഉറ്റ സുഹൃത്തിനെ കൊന്നുവെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. സ്ത്രീകൾ പരസ്പരം അടിക്കാൻ തുടങ്ങുന്നു. അത് മോശമാകുന്നതിന് മുമ്പ് വിൽ അവരെ വേർപെടുത്തി. ഒടുവിൽ അവർ ഔട്ടർ വെസ്റ്റ് സ്കെയർ ഏരിയയിൽ എത്തിച്ചേരുന്നു. അവിടെ അവർ സുരക്ഷിതമായി ഖനികളിലേക്ക് യാത്ര ചെയ്യാൻ ചെയർലിഫ്റ്റ് ഉപയോഗിക്കാൻ പദ്ധതിയിട്ടു. ആ നിമിഷം നീനയുടെ കോമ്പസ് സമീപത്ത് ഒരു റീപ്പർ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. വിൽ ഉടൻ തന്നെ ലിഫ്റ്റിന്റെ മുകളിലേക്ക് കയറുകയും ബാക്കപ്പ് ജനറേറ്ററുകൾ സജീവമാക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നു. അതേസമയം സ്ത്രീകൾ കവർ വാഗ്ദാനം ചെയ്യുന്നു. റീപ്പർ അടുത്തുവരുന്നത് കാണുമ്പോൾ കേറ്റി പരിഭ്രാന്തയാകുകയും ചില ഗ്രനേഡുകൾ വിക്ഷേപിക്കുന്നു. എന്നാൽ റീപ്പറിന് കേടുപാടുകൾ ഒന്നും വന്നില്ല. വിൽ ജനറേറ്ററിനെ ബന്ധിപ്പിക്കുന്നത് പൂർത്തിയാക്കി ഒരു കസേരയിൽ കയറുന്നതിന് മുമ്പ് നീന സ്വിച്ച് ഓണാക്കി. അവിടെ വിൽ ഉടൻ തന്നെ അവളോടൊപ്പം ചേരുന്നു. കേറ്റി ടവറിൽ കയറി കസേരകളിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അവർ റീപ്പറിന് നേരെ വെടിയുതിർക്കുന്നു. റീപ്പർ കേബിളുകളിൽ ചാടി കസേരകൾ കുലുക്കുന്നു. പക്ഷേ ഇരുവരും പിടിച്ചു നിൽക്കുന്നു. ചാടാനുള്ള ശരിയായ നിമിഷത്തിനായി കേറ്റി കാത്തിരിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കസേര നഷ്ടപ്പെടുന്നു. അതിനാൽ വില്ലിന് അവളെ വായുവിൽ പിടിക്കേണ്ടി വന്നു.
റീപ്പർ കേബിളുകൾ വീണ്ടും കുലുക്കുന്നതിന് തൊട്ടുമുമ്പ് നീനയുടെ ബുള്ളറ്റുകൾ തീർന്നു. 3 പേരും നിലത്തേക്ക് വീഴുന്നു. അവർ ഉടൻ തന്നെ ഓടാൻ തുടങ്ങുകയും റീപ്പർ അവരെ പിടിക്കുന്നതിന് തൊട്ടുമുമ്പ് 8000 അടി വിസ്തൃതിയിലേക്ക് ലൈൻ കടക്കുകയും ചെയ്യുന്നു. നേരം ഇരുട്ടിത്തുടങ്ങിയതിനാൽ മൂവരും രാത്രി സ്കീ റിസോർട്ടിൽ തങ്ങാൻ തീരുമാനിക്കുന്നു. സ്ത്രീകൾ ഉറങ്ങിയ ശേഷം റീപ്പറെ കൊല്ലാനുള്ള വഴി കണ്ടെത്താൻ നീനയുടെ കഴിവുകളെ ശരിക്കും വിശ്വസിച്ചിരുന്ന തന്റെ ഭാര്യയുമായി താൻ നടത്തിയ അവസാന സംഭാഷണം വിൽ വീണ്ടും ഓർക്കുന്നു. അടുത്ത ദിവസം സംഘം ഒടുവിൽ വിൽ ജോലി ചെയ്തിരുന്ന ഖനിയിൽ എത്തുന്നു. തുരങ്കത്തിന്റെ രണ്ടറ്റവും 8000 അടിക്ക് മുകളിലാണെങ്കിലും താഴ്ന്ന നിലകൾ സുരക്ഷാരേഖയ്ക്ക് താഴെയാണ് പോകുന്നതെന്നും വിൽ വിശദീകരിക്കുന്നു. എന്നിരുന്നാലും അവർ ഇത്രയും ദൂരം എത്തിയിരിക്കുന്നു, അതിനാൽ നീനയ്ക്കും കേറ്റിക്കും വില്ലിനെ പിന്തുടരുകയല്ലാതെ മറ്റു മാർഗമില്ല. വെളിച്ചത്തിനായി കൺസ്ട്രക്ഷൻ ഹെൽമറ്റ് ധരിച്ച് മൂവരും തുരങ്കത്തിൽ പ്രവേശിച്ച് കുറച്ച് മണിക്കൂറുകൾ നിശബ്ദമായി നടക്കുന്നു. നിർഭാഗ്യവശാൽ ഒരു പ്രധാന തുരങ്കം അടച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ അവർ നിർത്താൻ നിർബന്ധിതരാകുന്നു. അതിനാൽ അവർ ലെവൽ 7ലേക്ക് ഇറങ്ങേണ്ടിവരുമെന്ന് വിൽ പറയുന്നു. അതിനർത്ഥം അവർ 1000 യാർഡുകൾക്ക് താഴെയായി നടക്കുമെന്നാണ്. ശേഷം മൂവരും പടികൾ ഇറങ്ങി പുതിയ തുരങ്കത്തിലേക്ക് പ്രവേശിക്കുന്നു. കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നത്ര വേഗത്തിൽ നടന്നു. പെട്ടെന്ന് അവർ ഒരു ശബ്ദം കേൾക്കുകയും ഹെൽമെറ്റിലെ ലൈറ്റുകൾ മറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർ തുരങ്കത്തിൽ ഒരു റീപ്പർ ഉണ്ടെന്ന് കണ്ടു. റീപ്പറെ മന്ദഗതിയിലാക്കാമെന്ന പ്രതീക്ഷയിൽ കേറ്റി ഇടയ്ക്കിടെ ഗ്രനേഡ് വിക്ഷേപിക്കുമ്പോൾ സംഘം ഉടൻ ഓടാൻ തുടങ്ങുന്നു. അവർ ഭിത്തിയിൽ ഒരു ദ്വാരം കണ്ടെത്തുമ്പോൾ മൂവരും അകത്തേക്ക് ഓടി ഒളിച്ചു. റീപ്പർ അതിന്റെ തിളങ്ങുന്ന വാൽ ദ്വാരത്തിനുള്ളിൽ തിരുകുന്നു. അതിനാൽ വിൽ അതിന്റെ ശ്രദ്ധ തിരിക്കാൻ ഒരു തീ കമ്പ് എറിയുന്നു. വെളിച്ചം എതിർവശത്തെ ഭിത്തിയിൽ ഒരു വഴി വെളിപ്പെടുത്തി അതിലൂടെ ഇഴഞ്ഞു രക്ഷപ്പെടാൻ അവർ കുറച്ച് പാറകൾ തള്ളിയിടുന്നു. ഏതാനും മിനിറ്റുകൾ ഇഴഞ്ഞു നീങ്ങിയ ശേഷം കേറ്റി മറ്റൊരു തുരങ്കത്തിലൂടെ പുറത്തേക്ക് വരുമ്പോൾ ഒരു റീപ്പർ അവളെ കണ്ടെത്തി അവളെ വാൽ കൊണ്ട് കുത്തുന്നു. വിൽ അവളെ സമീപിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ അയാൾക്ക് വേണ്ടത്ര വേഗത ഇല്ലാഞ്ഞതിനാൽ റീപ്പർ അവളെ കൊണ്ടുപോയി. ആ നിമിഷം നീന ഒരു ഏണി കണ്ടെത്തുന്നു. അതിലൂടെ അവർ ഉടൻ തന്നെ കയറുകയും സുരക്ഷിതമായ ഉയരത്തിൽ എത്തുകയും ചെയ്തു. നേരം ഇരുട്ടിയപ്പോൾ അവർ ഒരു ഉപേക്ഷിക്കപ്പെട്ട വീട് കണ്ടെത്തി രാത്രി ചെലവഴിക്കാൻ അകത്തു കയറി. അടുത്ത ദിവസം അവർ വീട്ടിൽ നിന്ന് ട്രക്ക് എടുത്ത് മൃഗങ്ങൾ പിടിച്ചടക്കിയ പട്ടണത്തിലൂടെ കഴിയുന്നത്ര വേഗത്തിൽ ലൈൻ മുറിച്ചു കിടക്കാൻ ഉപയോഗിക്കുന്നു. ഒടുവിൽ അവർ ആശുപത്രിയിലെത്തി ഫിൽട്ടറുകൾക്കായി തിരയുന്നു. ഫിൽട്ടറുകൾ കണ്ടെത്താൻ അവർ അവസാന നിലയിലേക്ക് പോയി. പെട്ടെന്ന് ഒരു റീപ്പർ ഒരു ഭിത്തി തുളച്ചു വന്നു. തുടർന്ന് അവർ രക്ഷപ്പെടാൻ ഓടാൻ തുടങ്ങി. ആ കൂറ്റൻ നഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇരുവരും വേഗത്തിൽ നീങ്ങേണ്ടതുണ്ട്. പെട്ടെന്ന് റീപ്പറിന്റെ വാൽ ഒരു മതിൽ തുളച്ച് എത്തി വില്ലിനെ പിടിക്കുന്നു. അതിനാൽ നീന കോടാലി ഉപയോഗിച്ച് വില്ലിനെ വിട്ടേക്കുന്നത് വരെ വാലിൽ വെട്ടുന്നു. ഇടനാഴികളിൽ കുറച്ച് മൂടുപടം നൽകുമെന്ന് പ്രതീക്ഷിച്ചു നീന ഒരു ഗ്യാസ് കാനിസ്റ്റർ തുറന്നു. ഇത് വില്ലിന് ഒരു ആശയം നൽകി. അവൻ റീപ്പർ വേണ്ടത്ര അടുത്ത് വരുന്നതുവരെ കാത്തിരിക്കുകയും ഒരു കൂട്ടം ഓക്സിജൻ ടാങ്കുകൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. ഇത് ഒരു സ്ഫോടനത്തിന് കാരണമാവുകയും റീപ്പറെ ജനലിന് വെളിയിലേക്ക് തള്ളി ഇടുകയും ചെയ്യുന്നു. റീപ്പർ ഇപ്പോൾ അനങ്ങുന്നില്ല, പക്ഷേ അത് ചത്തതാണോ അതോ അബോധാവസ്ഥയിലാണോ എന്ന് അവർക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അതിനാൽ അവർ വേഗം പോകേണ്ടതുണ്ട്. വിൽ തിരികെ പോകാൻ നേരം ലാബിലെത്താൻ സഹായിക്കാൻ നീന അവനെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ അവൾക്ക് ബുള്ളറ്റുകൾ പൂർത്തിയാക്കാൻ കഴിയും. ഇരുവരും ട്രക്കിൽ പോയതിനു ശേഷം റീപ്പർ ഉണരുന്നു. നിമിഷങ്ങൾക്കു ശേഷം അവർ ലാബിലെത്തി. വിൽ നിരീക്ഷിക്കുന്നതിനിടയിൽ നീന രാസവസ്തുക്കൾ കലർത്താൻ തുടങ്ങുന്നു. ഒടുവിൽ നീന തന്റെ ബുള്ളറ്റ് പൂർത്തിയാക്കുമ്പോൾ അവൾ അത് പരീക്ഷിച്ചു. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. അതിനാൽ അവൾ വില്ലിനോട് അവന്റെ മകന്റെ അടുത്തേക്ക് മടങ്ങാൻ പറയുന്നു. പക്ഷേ അവൾ ഒരു പരിഹാരം കണ്ടെത്തുന്നത് വരെ അല്ലെങ്കിൽ റീപ്പർ അവളെ കൊല്ലുന്നത് വരെ പരീക്ഷണങ്ങൾ തുടരുകയാണ്. നീന മറ്റൊരു ബുള്ളറ്റ് മിക്സ് പരീക്ഷിക്കുമ്പോൾ വിൽ അവന്റെ ട്രക്കിൽ പോകുന്നു. പക്ഷേ അതും പ്രവർത്തിക്കുന്നില്ല. ഒടുവിൽ താൻ പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു രാസസംയോജനമുണ്ടെന്ന് അവൾ മനസ്സിലാക്കുന്നു. അതിനാൽ അവളുടെ അവസാന പ്രതീക്ഷയായി അത് കലർത്താൻ അവൾ തിടുക്കം കൂട്ടുന്നു. ഇതിനിടയിൽ ട്രക്കിന്റെ ഒരു ടയർ പൊട്ടുകയും അത് നിയന്ത്രണം നഷ്ടപ്പെട്ടു മറിയുകയും ചെയ്യുന്നു. വിൽ കുറച്ച് നിമിഷങ്ങൾ അബോധാവസ്ഥയിലാണെങ്കിലും ഒരു റീപ്പർ വരുന്നത് കേട്ടാണ് അവൻ ഉണരുന്നത്. അയാൾ ട്രക്കിന്റെ ഗ്ലാസ് പൊളിച്ച് റീപ്പർ അവനെ പിന്തുടരുമ്പോൾ ഓടാൻ തുടങ്ങുന്നു. അവൻ സുരക്ഷിതമായ രേഖ കടക്കാൻ പോകുമ്പോൾ രണ്ടാമത്തെ റീപ്പർ വഴി തടയുന്നു. വിൽ തീക്ഷ്ണമായി വെടിയുതിർക്കുകയും പ്രതീക്ഷ നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ ആ നിമിഷം നീന പ്രത്യക്ഷപ്പെടുകയും അവളുടെ പുതിയ ബുള്ളറ്റുകൾ ഉപയോഗിച്ച് വെടിവെക്കുകയും ചെയ്യുന്നു. അവളുടെ സിദ്ധാന്തത്തെ സ്ഥിരീകരിക്കുന്ന പുകയും വൈദ്യുത ചാർജും നിറഞ്ഞ ഒരു വിചിത്രമായ സ്ഫോടനം സംഭവിക്കുന്നു. നീന എല്ലാ റീപ്പറിനെയും വേഗത്തിൽ വെടിവെച്ചു കൊല്ലുന്നു. എന്നിട്ട് അവൾ റീപ്പറിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പിടിച്ച് മെക്കാനിക്കൽ ഭാഗങ്ങൾ കാണിച്ചു. ഈ മൃഗങ്ങൾ മനുഷ്യരെ കൊല്ലാൻ പ്രോഗ്രാം ചെയ്ത റോബോട്ടുകളാണെന്ന് അവൾ സ്ഥിരീകരിക്കുന്നു. ആരാണ് അവരെ അയച്ചതെന്ന് വിൽ ചോദിക്കുമ്പോൾ അത് അന്യഗ്രഹജീവികളാണെന്ന് നീന ഗസ് ചെയ്യുന്നു. പിന്നീട് ഇരുവരും അവരുടെ അഭയകേന്ദ്രത്തിലേക്ക് മടങ്ങുമ്പോൾ വിൽ ഹണ്ടറുമായി വീണ്ടും ഒന്നിക്കുകയും നീന ഒരു കടൽക്കൊള്ളക്കാരുടെ പതാക ഉയർത്തുകയും താൻ യുദ്ധത്തിനുള്ള ഒരു വഴി കണ്ടെത്തിയതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. താമസിയാതെ അതിജീവിച്ചവർ ടൺ കണക്കിന് പ്രത്യേക ബുള്ളറ്റുകൾ നിർമ്മിക്കാൻ ഒത്തുകൂടുകയും വിൽ എല്ലായിടത്തും തങ്ങളുടെ പ്രത്യാശയുടെ സന്ദേശം അയക്കാൻ റേഡിയോ വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യുന്നു. നീന റോബോട്ട് ശരീരങ്ങളെ പഠിക്കാൻ സൂക്ഷിക്കുന്നു. എല്ലാവരും സായുധരായി കഴിഞ്ഞാൽ അതിജീവിച്ചവർ വനത്തിൽ പ്രവേശിച്ച് ഭൂമി വീണ്ടെടുക്കാൻ കഴിയുന്നത്ര റീപ്പേഴ്സിനെ കൊല്ലുന്നു. ഒരു രാത്രി വില്ലും നീനയും ഒരു ദൂരദർശിനി ഉപയോഗിച്ച് ആകാശത്തേക്ക് നോക്കുകയും 3 നിഗൂഢ വിളക്കുകൾ ഭൂമിയിലേക്ക് വരുന്നത് ശ്രദ്ധിക്കുകയും ചെയ്തു.